നമസ്കാരം. ആരോ ഒരാളുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് അമൃത ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി ഒരു പാട്ടിൽ തന്നെ തുടങ്ങിയ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും. ദേവി നിൻ രൂപം ശിശിരമാസ കുളിരാവിൽ. മനോഹരമായ ഗാനങ്ങൾ, സമർത്ഥമായ ഗാനങ്ങൾ 80കളിൽ നമുക്ക് സമ്മാനിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവുമായ ശ്രീ ചുനക്കര രാമൻകുട്ടിയാണ് നമ്മുടെ അതിഥി. നമസ്തേ സാർ. നമസ്കാരം. നമ്മുടെ വിഷയം ആരോ ഒരാൾ. പക്ഷേ സാറിന് നേരത്തെ കണ്ടിട്ടുള്ളതുകൊണ്ട് അറിയാമായിരിക്കുമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എവിടെ നിന്നോ നമുക്ക് ഒരു കാരണക്കാരായി എത്തുന്ന ചില വ്യക്തികൾ, ഒരു പക്ഷേ അപൂർവം ചിലരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടാകാം. ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്ന് ഈ അധ്യായങ്ങളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ ജീവിതത്തിന് പുറകിൽ എവിടെയെങ്കിലും ഒരു വഴിത്തിരിവിന്, ഒരു സർഗാത്മശക്തിക്ക് പ്രചോദനമായി നമ്മളൊന്നും പ്രതീക്ഷിക്കാതെ നമുക്ക് നൽകി എവിടേക്കോ മറഞ്ഞു പോകുന്ന ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. പക്ഷേ സാറിൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ചലച്ചിത്ര രംഗത്തിൻ്റെ പിന്നോടിയായിട്ട് എനിക്കറിയാവുന്നതാണ്. നമ്മുടെ പ്രേക്ഷകരുടെ അവർക്കും കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അധ്യായം നമുക്ക് പങ്കുവയ്ക്കാം. എന്താണ് സാറിന് പറയാനുള്ളത്? ഞാൻ ജനിച്ചതും വളർന്നതും ആലപ്പുഴ ജില്ലയിൽ ചുനക്കര എന്ന് പറയുന്ന വില്ലേജിലാണ്, ഒരു കുഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ വളർന്ന എനിക്ക് ആ ഗ്രാമത്തിലെ അതിൻ്റെ ദേശസേവനി വായനശാലയുടെ സെക്രട്ടറി എൻ്റെ മൂത്ത ജ്യേഷ്ഠനായിരുന്നു. ജ്യേഷ്ഠൻ ഒരുപാട് വായിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം എന്നെക്കൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വായിപ്പിക്കുമായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പുസ്തകങ്ങൾ, കൂടുതലും കവിതകൾ, ചങ്ങമ്പുഴ കവിതകൾ, എടപ്പള്ളി കൃതികളെ, അങ്ങനെയുള്ള കവിതകളെല്ലാം അദ്ദേഹവും വായിക്കും, എന്നെക്കൊണ്ട് വായിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ കവിതകളൊക്കെ വായിച്ച് കവിതയോട് എനിക്കൊരു കമ്പം തോന്നി. ഞാൻ കൂടുതൽ കവിതകൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ അറിയാതെ ചില കവിതകൾ എഴുതാൻ തുടങ്ങി. ഞാൻ ചില കവിതകൾ കുത്തിക്കുറിച്ചു. പക്ഷെ ആരെയും കാണിച്ചില്ല. അതെല്ലാം എൻ്റെ അലമാരയിൽ സൂക്ഷിച്ചു ഞാൻ. അപ്പോൾ ഒരു ദിവസം ജ്യേഷ്ഠൻ പറഞ്ഞു, പിന്നെ ഞങ്ങൾ ലൈബ്രറിയിൽ നിന്ന് ഒരു കയ്യെഴുത്ത് മാസിക തുടങ്ങുന്നു, യുവകാഹളം. ആ യുവകാഹളത്തിൽ കൊടുക്കാൻ വേണ്ടി നീ ഒരു കവിത എഴുത്തരണം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കവിതയൊന്നും എഴുത്തില്ല, എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അപ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞ്, നീ കുറേ കവിത എഴുതി അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരെണ്ണം ഇങ്ങ് തന്നാൽ മതി. അപ്പോഴാണ് ഞാൻ എഴുതിയ കവിത ജ്യേഷ്ഠൻ കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നൊരു കവിത എടുത്ത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ യുവകാഹളം മാസികയിൽ കൊടുത്തു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ കവിത. അതിനുശേഷം ഞാൻ പിന്നെ കൊല്ലത്ത് നിന്നിറങ്ങുന്ന ജനയുഗം വാരികയിൽ പിന്നെ എൻ്റെ കൊച്ചു കവിതകൾ വരാൻ തുടങ്ങി. അതുപോലെ തന്നെ കൊല്ലത്ത് നിന്ന് അന്ന് പിന്നെ മലയാള രാജ്യം എന്ന് പറഞ്ഞ്, ഇന്ന് ആ പത്രമില്ല, ഒരു പത്രം ഉണ്ടായിരുന്നു, ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. ആ പത്രത്തിലും മാഗസിനിലും ഒക്കെ എൻ്റെ കവിതകൾ വരാൻ തുടങ്ങി. കാരണം എൻ്റെ ജ്യേഷ്ഠൻ ഒരു പൊതുപ്രവർത്തകൻ, ഇതുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വാധീനത്തിലാണ് ഇതൊക്കെ എനിക്ക് സാഹചര്യക്കാൻ കൂടെ. കാമ്പിശ്ശേരിക്കാരനായിരുന്നു, അദ്ദേഹമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ചെറിയ കൊച്ചു കവിയായിട്ട് ഞാൻ അറിയപ്പെട്ടു. ഞാൻ പഠിക്കുന്ന സ്കൂളിലും ഞാൻ പന്തളം കോളേജിലും. അത് കഴിഞ്ഞ് 1958 ഞാൻ തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥനായിട്ട് വരുന്നു. 58 വ്യവസായ വാണിജ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥനായിട്ട് വരുന്നു. അവിടെ വരുന്ന സന്ദർഭത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അന്നത്തെ എൻ്റെ ആഗ്രഹം, ഇതിനിടയ്ക്ക് ഞാൻ ഈ ലളിത ഗാനങ്ങളും എഴുതുമായിരുന്നു. ആ ഗാനം എഴുതാനുണ്ടായ സാഹചര്യം KPSC നാടക സമിതി കായംകുളത്താണ്. ആ KPSC നാടക സമിതിയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ ജ്യേഷ്ഠൻ പോകുമ്പോൾ എന്നെക്കൊണ്ട് 2-3 പ്രാവശ്യം കൊണ്ടുപോയി. അവിടെ വെച്ച് ദേവരായ മാഷൊക്കെ ഈ പാട്ട് എഴുതുന്ന, ഈ കമ്പോസ് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്നൊക്കെയുള്ള പാട്ടുകൾ ഞാൻ അവിടെ വെച്ചാണ് കേൾക്കുന്നത്. ആ പാട്ടുകളെ കേട്ട് ഞാൻ വളരെ ആവേശഭരിതനായി. അങ്ങനെ പാട്ടിനോട്, കവിതയോടെ തോന്നിയ പോലെ ഒരു കമ്പം എനിക്ക് പാട്ടോട് തുടങ്ങി. ഞാനും കുറേ കഴിഞ്ഞ സമയത്ത് ഈ പാട്ടുകളൊക്കെ ചെറുതായിട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ വന്നിട്ട് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പം ആകാശവാണി തിരുവനന്തപുരം നിലയവുമായിട്ട് ബന്ധപ്പെടാനൊരു അവസരം കിട്ടി. P. ഗംഗാധരൻ നായർ സാറ് കാരണം ഞാൻ വഴുതക്കാട് താമസിക്കുമ്പോൾ എൻ്റെ തൊട്ടയലത്തിരുന്ന അദ്ദേഹമായിട്ടുള്ളൊരു സൗഹൃദത്തിൻ്റെ പേരിൽ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനന്തരവൻ എൻ്റെ കൂടെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു അരവിന്ദാക്ഷൻ നായർ അമ്മാവൻ്റെ ഇടയ്ക്ക് പറഞ്ഞ്, ഇങ്ങനെ രാമൻകുട്ടിക്ക് ഇങ്ങനെ ഗാനങ്ങളൊക്കെ എഴുതാൻ അറിയാം, അദ്ദേഹത്തിൻ്റെ കുറേ ഗാനങ്ങൾ ആകാശവാണി വന്നാൽ കൊള്ളാമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു, അതിനെന്താ ഒരു ദിവസം വിളിച്ചോട്ട് വാ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചെന്നു, പരിചയപ്പെട്ട പറഞ്ഞാൽ ചുനക്കരയല്ലേ, ഞാൻ കവിതയൊക്കെ എഴുതുമല്ലേ? ഞാൻ പറഞ്ഞാൽ സാർ ഞാനിങ്ങനെ ജനയുഗത്തിലും മലയാളത്തിലോ കവിതയൊക്കെ എഴുതും. ഞാൻ കണ്ടിട്ടുണ്ട്, എവിടെ വെച്ചോ ഈ പേരേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ചുനക്കര ഒരു കാര്യം ചെയ്യൂ, 2-3 കവിതകൾ ഗാനങ്ങൾ എഴുതിയതിൽ നല്ല 2-3 ഗാനങ്ങളിൽ കൊണ്ടുപോകാം.
അപ്പോൾ ഞാൻ 3 ഗാനമൊക്കെ എഴുതി കൈ വെച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊടുത്തു. ഞാൻ പറഞ്ഞു അത് കൊണ്ടുവന്നിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ ഇദ്ദേഹം വായിച്ചു നോക്കി. അത് 3 വായിച്ചു നോക്കിയിട്ട് പറഞ്ഞ ഈ 3 ഗാനങ്ങൾ കൊള്ളാം, ഇത് നമുക്ക് ആകാശവാണിയിൽ ഉപയോഗിക്കാം കേട്ടോ, നമുക്ക് പിന്നെ അതിലിടാം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം, അയ്യോ, എനിക്ക് ഈ പ്രപഞ്ചം മുഴുവൻ കീഴടക്കിയ ഒരു സന്തോഷമായിരുന്നു എനിക്ക്. ഒരു 2 മാസം കഴിഞ്ഞ സന്ദർഭത്തിൽ അതിലെ ആദ്യത്തെ ഗാനം കരുണക്കടലെ കാർമുകിൽ വർണ്ണ കണി കാണാനായി വാ എന്ന് പറയുന്ന ആദ്യത്തെ ഗാനം രത്നാകരം ബഹാദൂർ സെമി ക്ലാസിക്കലായിട്ട് സംഗീതം ചെയ്ത് ആകാശവാണിയിൽ പഠിപ്പിക്കാനായിട്ട് ലളിത സംഗീത പാഠത്തിന് അത് ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞ സമയത്ത് രണ്ടാമത്തെ പാട്ട് കുയിലുകളെ പൂങ്കുയിലുകളെ പാടുന്ന മണി വീണ കമ്പികളെ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഗാനവും ഇതുപോലെ ലളിത സംഗീത പാഠത്തിലെടുത്തു. ആ പാട്ടും ഹിറ്റായി. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിഞ്ഞ സന്ദർഭത്തിലെ മൂന്നാമത്തെ പാട്ട് പിന്നെ 4 മണിപ്പൂവേ നീ നാഴികമണിയോ എന്ന് ചോദിച്ചിട്ടുള്ള മൂന്നാമത്തെ പാട്ട്. ഈ 3 പാട്ടും ആകാശവാണിയിൽ കൂടെ വരികയും അത് ഹിറ്റാകുകയും ചെയ്തതിൻ്റെ പേരിൽ പിന്നെ ആകാശവാണിയിലെ ഒരു സ്ഥിരം റൈറ്ററായിരുന്നു ഞാൻ. ഏതാണ്ട് 500 പറഞ്ഞ ലളിതഗാനങ്ങൾ ആകാശവാണി എൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോഴെൻ്റെ ഒരു വലിയ മോഹം സിനിമാ രംഗത്തെ കടന്നു വരിക. പക്ഷേ അതിന് യാതൊരു ചാൻസും ഇല്ല. കാരണം എനിക്ക് ആരുമായിട്ട് ബന്ധമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞാൻ നാട്ടുപുറത്തുകാരനാണ്. ഇതുമായിട്ടൊന്നും ബന്ധമില്ല. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ ആരും ഈ രംഗത്തേക്ക് വന്നിട്ടില്ല. എൻ്റെ സുഹൃത്തുക്കൾ ആരുമില്ല. അപ്പോൾ ഒരു കാരണവശാലും സിനിമാ രംഗത്തേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് ഒക്കുകയില്ല. ഒരു ദിവസം മെരിലാൻഡ് സ്റ്റുഡിയോയിലെ പിന്നെ ക്യാമറമാൻ കരുണാകരൻ അദ്ദേഹം എന്നെ അന്വേഷിച്ച് എൻ്റെ ഓഫീസിൽ വരുന്നു.